യേശു. എല്ലാവർക്കും യേശുസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി പപ്പായ ഐസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക. അപ്പോൾ പപ്പായ നല്ല രീതിയിൽ കുലകുത്തി ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐസായിരിക്കും ഈ പപ്പായ ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ പപ്പായ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പപ്പായ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല, അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് പാലാണ്. അപ്പോൾ ഞാൻ ഇത്രയും പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ മിൽക്ക് പൗഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇത് തിക്കായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് പാലോ കുറച്ച് വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസാണ് ഈ പപ്പായ ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് സ്റ്റിക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊന്നും സ്റ്റിക്ക് ഉണ്ടാവില്ല, ഒന്നും കൊണ്ട് പേടിക്കണ്ട. നമുക്ക് ഇതുപോലെ നമ്മുടെ ഓല കളഞ്ഞിട്ട് ആ ഒരു തണ്ട് നമുക്ക് ഇതുപോലെ ചെത്തിയെടുത്തിട്ട് നമുക്ക് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഫ്രീസറിൽ വയ്ക്കാം. ഏകദേശം ഒരു 8 മണിക്കൂർ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ ഐസ് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പപ്പായ ഐസ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും കുട്ടികൾക്ക് പപ്പായ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള പപ്പായ ഐസ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ പപ്പായ പഴുത്തത് കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ പപ്പായ ഐസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഞാൻ എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ.